എനിക്ക് തോന്നുന്നു ഇപ്പം ഹെമിസ് എന്ന് പറയുന്ന ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ ഇത് പ്രോപ്പർലി മോണിറ്റർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കാരണം ഞാൻ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ ഇവിടെ ഹെമിസ് ഇല്ല. അപ്പോൾ അതിന്റെ ഒരു കുറവ് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയത് ഞാൻ റഷ്യയിൽ നമുക്ക് ഫെഫുന് DVFU.RE എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ സ്റ്റുഡൻസിന്റെ പാസ് നമ്മൾ അടച്ച എല്ലാ ഡീറ്റെയിൽസും എല്ലാം ഉണ്ടാവുമായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇവിടെ ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ആ ഫസ്റ്റ് ഇയർ മാത്രമാണ്. സെക്കൻഡ് ഇയർ മുതൽ ഹെമിസ് പതുക്കനെ വന്നു. പക്ഷേ ഇപ്പോൾ 4 വർഷം കൊണ്ട് സത്യം ഒരു യൂണിവേഴ്സിറ്റി ഫുൾ റൺ ചെയ്യുന്നത് ഹെമിസിന്റെ സിസ്റ്റത്തിലാണ്. നമ്മുടെ അറ്റൻഡൻസ് ഇപ്പോൾ നമുക്ക് അടച്ചു നോക്കുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്റ്റുഡൻസിന് എത്ര കോൺട്രാക്ട് ഡ്യൂ ബാക്കിയുണ്ട്, ഇപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്ന് അത്യാവശ്യമായിട്ട് നമുക്ക് നാട്ടിൽ പോകണം, അതിനുള്ള അപ്ലിക്കേഷൻ കൊടുക്കാൻ ഇപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് നടക്കും. ഫുൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ നമുക്കിപ്പോൾ യൂണിവേഴ്സിറ്റി മാറണം, നമുക്കിവിടെ സെറ്റ് ആവുന്നില്ല പഠിത്തത്തിൻ്റെ അല്ല, വേറെ പേഴ്സണൽ കാര്യങ്ങളായിട്ട്. ഇപ്പോൾ നമ്മൾ ബാക്കി യൂണിവേഴ്സിറ്റീസിലൊക്കെയാണ് നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് ബാക്കി കാര്യങ്ങളല്ലാതെ നമ്മൾ നോട്ടറി വഴി ലെറ്റർ ഹെഡ് വഴി നമ്മൾ ചെയ്യണം. നമുക്ക് ജസ്റ്റ് PDF നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് എൻ്റെ മാർക്ക്ഷീറ്റ് കാര്യങ്ങൾ ഒറ്റയടിക്ക് ഡൗൺലോഡ് ചെയ്യാം. ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ്. പിന്നെ നമ്മുടെ മാക്സിമം എക്സാംസ് തന്നെ ഇപ്പോൾ CBT മോഡൽ ആയതുകൊണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ടീച്ചേഴ്സിന് ബയാസ്ഡ് ആവാനും അവർക്ക് ബ്രൈബ് വാങ്ങാനും അങ്ങനത്തെ യൂണിവേഴ്സിറ്റീസ് നമ്മുടെ ഉസ്ബെക്കിസ്ഥാനിലുണ്ട്. ടീച്ചർമാർക്ക് പൈസ കൊടുത്തിട്ടും ചെറിയ കുപ്പി എടുത്ത് കൊടുത്തിട്ടുട്ടും ഒക്കെ പാസ്സാകാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റി നമ്മുടെ ഈ രാജ്യത്ത് തന്നെ ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് CBT എക്സാം ആയതുകൊണ്ട് പഠിച്ചോ, കമ്പ്യൂട്ടറിൽ പോവുക, ടെസ്റ്റ് എഴുതുക, പാസ്സാവുക, വരിക.